ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولمن أوصانا بالدعاء ولجميع المؤمنين والمؤمنات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله. ഈ സമ്മേളന നഗരിക്ക് നമ്മൾ പേരിട്ടിട്ടുള്ളത് ഷാഹു വലിയുല്ലാഹി ദഹ്ലവി എന്ന മഹാനായ പണ്ഡിതൻ്റെ പേരാണ്. അദ്ദേഹം നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് വളരെയേറെ മാറ്റങ്ങൾക്ക് കാരണമായ ഒരു പണ്ഡിത ശ്രേഷ്ഠനാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രമേയം മതവും ശാക്തീകരണവും എന്നാണ്. നമ്മെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള നമ്മെ ഒന്നാക്കിയത്, നമ്മെ സഹോദരന്മാരാക്കിയത്, നമ്മെ ഐക്യപ്പെടുത്തിയത് നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് ധാരാളം ഉലമാക്കളും അതുപോലെ തന്നെ ധാരാളം സ്ഥാപനങ്ങളും അറബിക് കോളേജുകളും ദർസുകളും ഒക്കെ ധാരാളമായി ഉണ്ട് എന്നതാണ് വസ്തുത. നമ്മളെ ഈ തരത്തിൽ ഒന്നാക്കിയ ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വളർച്ച, അത് വളർച്ചയല്ല, അത് തളരുകയാണ്, അല്ലെങ്കിൽ അത് എവിടെയോ കോട്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ഭാഗത്ത് ഉലമാക്കളും അതുപോലെ അറിവും വളരെ വ്യാപകമായി വരുന്നുവെങ്കിൽ അതനുസരിച്ചുള്ള ദീനിൻ്റെ വികാസം, ദീനിൻ്റെ വളർച്ച ചുരുങ്ങി വരുന്നു എന്നത് നാം മനസ്സിലാക്കണം. നാം അംബിയായിൻ്റെ അനന്തരാവകാശികൾ എന്ന ആ വാക്യം നാം സ്വയം ഏറ്റെടുക്കുമ്പോൾ തന്നെ ആ തരത്തിലുള്ള ദൗത്യം നിർവഹിക്കാൻ, കടമ നിർവഹിക്കാൻ നാം ശ്രമിക്കുന്നുണ്ടോ എന്ന് നാം ആലോചിക്കണം. നമ്മുടെ കഴിവിൻ്റെ പരമാവധി ആ തരത്തിൽ ഈ സമൂഹത്തെ നയിക്കാൻ, സമൂഹത്തിന് സമാധാനമുണ്ടാക്കാൻ, സമൂഹത്തിന് സമാധാന ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ, കലാപങ്ങളിൽ നിന്നും അക്രമങ്ങളിൽ നിന്നും അക്രമികളിൽ നിന്നും നമ്മുടെ മുസ്ലിം ഉമ്മത്തിനെ സംരക്ഷിക്കാൻ എന്ത് മാർഗമാണ് നാം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് എന്ന് നാം പരിശോധിക്കണം. ദീൻ നമുക്ക് ഖുവ്വത്താണ്, മതം നമുക്ക് ശക്തിയാണ്. ശക്തിക്ക് വേണ്ടിയാണ് അല്ലാഹു തആല നമുക്ക് തന്നത്, കഴിവിന് വേണ്ടിയാണ്. പരാജയത്തിനും ബലഹീനതക്കും വേണ്ടിയല്ല അല്ലാഹു നമുക്ക് ദീൻ തന്നത്. യേ ദീൻ हमको इज्जत है, इक़्तिदार के लिए अल्लाह तबारक व तआला हमको दीन दिए हैं. ज़ुअफ़ और वहन के लिए अल्लाह ये दीन को हमको नहीं दिया. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് മുമ്പ് റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങൾ പരസ്പരം തമ്മിലടിക്കുമ്പോൾ അത് നോക്കി ആസ്വദിക്കാൻ മാത്രമേ അറബികൾക്ക് സാധിക്കുമായിരുന്നുള്ളൂ. കഅബാലയം പൊളിക്കാൻ വന്നപ്പോൾ പോലും അല്ലാഹുവേ നിന്റെ വീട് നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അറബികൾ മാറി നിൽക്കുകയാണ് ചെയ്തത്. പക്ഷേ ഖുർആൻ ലഭിച്ച ശേഷം ആ റോമ, പേർഷ്യൻ സാമ്രാജ്യങ്ങളെ തങ്ങളുടെ കാൽനടിയിലാക്കാൻ അവർക്ക് ശക്തി ലഭിച്ചു. ഈ ദീൻ മാത്രമാണ് അവർക്ക് ആ ശക്തി നൽകി. हुजूर पाक सल्लल्लाहु अलैहि वसल्लम के पहले ज़माने में रोम, फारिस आपस में लड़ते वक्त अरबी लोग देखते रहे थे. जब काबा शरीफ को तोड़ने के लिए आए हैं उस वक्त भी सब भाग गए, अल्लाह से दुआ मांगा कि अल्लाह तुम्हारे घर तू ही देखो, हिफाजत करो. तो इसी लोग कुरान मिलने के बाद इक़्तिदार मिल गया उन्होंने, और वो रोम फारिसों को अपने पाँव के नीचे रखने को क़ुव्वत मिल गया. अल्हम्दुलिल्लाह, ये दीन की इक़्तिदार है. दीन की वजह से उनको जो मिल गया वही क़ुव्वत है. और अल्लाह तबारक व तआला नूह अलैहिस्सलाम से भी कहा है, अपने उम्मत से कहता है इस्तग़फिरू रब्बकुम सुम्मा तूबू इलैहि युमत्तिउकुम मताअन हसना व यज़िदकुम क़ुव्वतन इला क़ुव्वतिकुम.
നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുക, എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു സുഖമാക്കി തരും. അതുപോലെ നിങ്ങളുടെ ഖുവത്ത് ശക്തി അള്ളാഹു അധികരിപ്പിച്ചു തരുമെന്ന് അള്ളാഹു പറയുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു പറഞ്ഞു, തഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ. ഖുർആൻ आपको मैंने दिया इक़्तिदार के लिए और शकावत के लिए नहीं है, क़ुव्वत के लिए है. ये हम समझना चाहिए. അതുകൊണ്ട് ഈ അവസരത്തിൽ ഉലമാക്കളുടെ ബാധ്യത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം ഖുർആൻ പറയുന്നത്, യഅ്മുറുഹും ബിൽ മഅറൂഫി വയൻഹാഹും അനിൽ മുൻകർ വയഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത് വയഹർരിമു അലൈഹിമുൽ ഖബായിസ് വയളഉ അൻഹും ഇസ്റഹും വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾക്ക് നന്മ ഉപദേശിച്ചു, തിന്മയെ വിരോധിച്ചു, നല്ലതിനെ അനുവദിച്ചു, ചീത്തയെ തടഞ്ഞു, അവർ ജനങ്ങളുടെ ഭാരം ഇറക്കി വെച്ചു. വയളഉ അൻഹും ഇസ്റഹും, അവരുടെ ഭാരത്തെ ഇറക്കി വെച്ചു. വൽ അഗ്ലാൽ ലത്തി കാനത് അലൈഹിം, അവരുടെ കഴുത്തിലുണ്ടായിരുന്ന ചങ്ങല പൊട്ടിച്ചെറിഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിരുന്നത്. हुजूर पाक सल्लल्लाहु अलैहि वसल्लम लोगों को नेकी को बता दिया और जो गलती है उसको मना किया, जो अच्छा है उसको दिया, जो बुरा है उसको मना किया और लोगों के बोझ निकाल के रखा. वयलअनुम इस्रहुम वल अगलाल लती कानत अलैहि, अपने गर्दन में जो सिलसिला था ये सबको तोड़ दिया, आज़ाद कर दिया लोगों को. तो हम हुजूर पाक सल्लल्लाहु अलैहि वसल्लम से वो लेकर लोगों को देना ही चाहिए. अस्सलामु अलैकुम व रहमतुल्लाहि व बरकातुहू. आज़ादी, मुसावात, इंसाफ, हुकूक़ का तहफ़्फ़ुज़ वग़ैरह कायम करने की समाजी हालत इंसानी तरक्की का तकाज़ा है. गैर महफूज और बुनियादी हुकूक़ से महरूम समाज के लिए खुदा अपनी मदद का ऐलान करता है. किसी कौम को पूरी तरह कमज़ोर कर देना अल्लाह की सुन्नत नहीं है. कौमों की तरक्की व तनज़्ज़ुल को तारीख़ हमेशा दोहराती रहती है. ऐसे हालात में ईमान वालों की खुशहाली व तरक्की के लिए मेहनत व जद्दोजहद करना एक आजमाइश है. व तिलकल अय्यामु नुदाविलुहा बैनन्नास वलियअलमल्लाहु अल्लज़ीना आमनू व यत्तखिज़ मिनकुम शुहदा वल्लाहु ला युहिब्बुज़ ज़ालिमीन. और आपने फरमाया कि जो इस मकसद में तुम्हारा साथ दे वो तुम्हारा भाई है, और जो इस भलाई का इनकार करे उससे जिज़िये का मुतालबा करो, और अगर वो जिज़िया ना दे तो उससे मुकाबिला करो. इस मुकाबिले में जो मारा जाएगा वो शहीद कहलाएगा. उन शुहदा को नेमत भरों जन्नती, नेमतों से भरी जन्नत मिलेगी, और जो शहीद ना हो उनके साथ अल्लाह की नुसरत होगी. आप सल्लल्लाहु अलैहि वसल्लम की इस गुफ्तगू में कौम के ज़वाल व तनज़्ज़ुल से तरक्की की तरफ आने की एक रहनुमाई है. बनी इसराइल हज़रत यूसुफ अलैहिस्सलातु वस्सलाम के ज़माने में मिस्र मुंतकिल हुए. आपसी तफरुक़े की वजह से उनकी खुशहाली छिन गई. कुरान ने इनकी तारीख़ को तफसील से बयान किया. आगे चलकर फ़िरऔन ने इनको दो हिस्सों में बांट दिया, अपना ग़ुलाम बना लिया. कुरान कहता है, इन्ना फ़िरऔन अला फ़िल अर्द वजअल अहलहा शियअन यस्तज़इफ़ु ताइफ़तम मिनहुम युज़ब्बिहु अब्नाअहुम व यस्तहयी निसाअहुम इन्नहु कान मिनल मुफ़सिदीन. आगे अल्लाह ताला फरमाते हैं, व नुरीदु अन नमुन्ना अलल्लज़ीना इस्तुज़इफ़ू फ़िल अर्ज़, ज़मीन में जो कमज़ोर कर दिए गए हैं हम उन पर एहसान करना चाहते हैं. व नजअलहुम अइम्मतन, और हम उनको आइम्मा बनाना चाहते हैं. व नजअलहुमुल वारिसीन व नुमक्किन लहुम फ़िल अर्ज़, ज़मीन में तमकीन यानी उनको खुद मुख्तारी देना चाहते हैं. इस फ़ैसले को पूरा करने के लिए अल्लाह ताला ने हज़रत मूसा अलैहिस्सलातु वस्सलाम को मबूस फरमाया. हज़रात, एक बहुत ही अहम मसला उलमा के दरमियान ज़ेर बहस रहा है, दीन और जमहूरियत.
हुजूर की बेअसत के वक्त इक़्तिदार पर कब्जा चंद मुट्ठी भर लोगों का था। बड़े बड़े नामी गिरामी रौसा और सरदार काबिज थे, उनसे इक़्तिदार को छीन कर इस्लाम ने अबू बकर उमर रदी अल्लाह अन्हुमा जैसे लोगों को दिया। बकरियां चराने वाले उमर जैसे आदमी को बादशाह बनाया। मजदूरी करने वाले हजरत अली को इक़्तिदार दिया। इस तरह इस्लाम एक इनकलाबी तहरीक है। इस्लाम की आमद के ज़रिए इक़्तिदार बड़े लोगों से छोटों की तरफ मुंतकिल हुआ। लोगों से जिज़िया लेकर लोगों की खैर व भलाई के लिए इस्तेमाल किया गया। यहाँ से जमहूरियत का आगाज़ हुआ। एक और मसला आज हिंदुस्तानी मुसलमानों के दरमियान है। मौजूदा सियासी निज़ाम से हटकर खिलाफत को चाहना। हिंदुस्तानी जो सियासी निज़ाम है उस निज़ाम से हटकर खिलाफत की बात करना बेवकूफ़ी है। खिलाफत आएगी कहना लोगों को सियासी रास्ते से हटाने की एक साजिश है, इसमें कोई शक नहीं। हजरात, दीन और सरमायादाराना निज़ाम हिंदुस्तान के अंदर गुज़िश्ता 60 सालों के अंदर सरमायादाराना निज़ाम मजबूत से मजबूत तर होता चला जा रहा है, मालदार मालदार होता चला जा रहा है और गरीब गरीब होता चला जा रहा है। सरमायादाराना निज़ाम हिंदुस्तानी कौम को डराने वाला एक निज़ाम है। हुकूमत सोशलिज़म की बात करती है मगर आज तक उसको रिवाज नहीं दे सकी। जितनी सियासी पार्टियां हैं, जितने सियासी प्लेटफॉर्म हैं, उन सब का मुत्तफ़िक़ा एजेंडा यही है, चाहे वो किसी भी नाम का क्यों ना हो, कि मुसलमानों को इक़्तिदार से दूर रखा जाए, आपस में मुसलमानों को और दलितों को लड़ा दिया जाए। हिंदुस्तानी फैशिज़म, अमरीकी साम्राज्यियत एकसां जुल्म व शरारत कर रही है। हिंदुस्तान में सियासी पार्टियां इसको देखकर भी खामोश हैं या फिर उस साजिश में बराबर के शरीक हैं। मुसलमानों के लिए दिफा का वक्त आ चुका है। नजात का तरीक़ा दिखाने और लोगों को इसकी तरफ लाने वाले उलमा ही हैं। तो हम लोगों को इस वक्त हाथ पर हो चुका है। अब हम लोगों को अपनी पूरी सलाहियतों के साथ और अपनी इस्तेदाद के साथ, पूरी हिम्मत के साथ हिंदुस्तानी आवाम की बदहाली से खुशहाली की तरफ लाने वाले इस जंग में, इस लड़ाई में हमें अपने आप को शामिल करना है। लोगों को उनके हुकूक से आगाह करके उनको इकट्ठे करना और उनकी एक सियासी ताकत बनाना। उसके लिए हमारे बहुत से मुखालिफिन हैं, हमारे अपने मुखालिफ हैं, गैर मुखालिफ हैं। जहां हम लोग खिदमात अंजाम दे रहे हैं वहां का माहौल मुखालिफ है। इन तमाम मुखालिफतों के बावजूद भी हमें मैदान में आना पड़ेगा। उसके लिए हमें कोशिश करना पड़ेगा। आप उलमाए किराम हैं, आप अच्छी तरह इस बात को जानते हैं कि मुसलमानों की असल जिम्मेदारी और मुसलमानों के हवाले से उलमा की असल जिम्मेदारियां दो हैं। और ये दो जिम्मेदारियां वो हैं कि जब गरीब सहाबा का के 7 आदमियों का एक वफ्द उस ज़माना का के सुपर पावर फारस के दरबार में उस वक्त के कमांडर इन चीफ रुस्तुम से मिला था और रुस्तुम ने ये कहा था कि तुम कौन हो, क्यों आए हो। ये 7 सहाबा का एक डेलीगेशन था, एक वफ्द था, जिनके जिस पर कपड़े भी नहीं थे, कंबल ओढ़े हुए थे और कंबल को जोड़ने के लिए बबूल के कांटे का बटन बनाया गया था। ये पहुंचे थे पूरी शान के साथ उस जमाने का जो सुपर पावर था उसके दरबार में। इनके घोड़े को कोई नहीं रोक सका था, वो सीधे वहां तक पहुंचे थे। वो हवास बाख्ता होकर पूछा था किसने भेजा। इन्होंने कहा था अल्लाह इब्तास, हमें अल्लाह ने भेजा है। क्यों भेजा है? कहा 2 मैसेज देने आया हूं, 2 पैगाम देने आया हूं, 2 बात कहने आया हूं जिसके लिए रूए ज़मीन पर हमारा वजूद हुआ है। हमारे सामने ये हकीकत आती है कि जब इंसानी गिरोह कोई भी हो,
जब उस पर सियासी जवाल आता है तो सियासी जवाल के बाद उसमें अखलाकी जवाल भी आ जाता है। ये एक दुनिया की तारीख का हिस्सा है। कोई कौम बरसरे इक़्तिदार है, उसके पास अखलाकी क़ुव्वत भी है, उसके बाद इंसानी और अखलाकी वेलोज और अक़दार भी हैं, उसके पास सियासी अक़दार भी है, वो एक निज़ाम हुकूमत चला रहा है। जब उस सियासत से वो हटता है, जवाल आता है और वो जवाल पजीर कौम बन जाती है, तो फिर एक सख्त मरहला आता है और बड़ा नाजुक मरहला आता है कि उस वक्त उसको अखलाकी जवाल आता है। ये जब स्टेज आता है, इस स्टेज पर उलमा की जिम्मेदारी सबसे ज़्यादा होती है। यही वो मरहला है कि उस वक्त उलमा को खड़ा होना है। शिकस्त के बाद, सियासी जवाल के बाद जो उम्मत अखलाकी जवाल की वजह से इस्लाम को हकीर समझने लगता है, अपने मजहब को सब हकीर समझने लगता है, उस वक्त उलमा की जिम्मेदारी बढ़ जाती है। उलमा को खड़ा होकर उस वक्त दीन की कुव्वत, दीन की अजमत को बुलंद करना है, ताकि वो महसूस करे कि ये अगरचे हमने जंग हारी है लेकिन हमने हौसला नहीं हारा। इंसाफ जो हिंदुस्तान का आइन बना था, वो उस आइन में इंसाफ था, आज़ादी थी, मसावात था। इंसाफ नहीं है। आज आंख देख दुश्मनों के साथ इंसाफ नहीं होता, दोस्तों के साथ इंसाफ होता है। आज हमको कुव्वत हासिल करके यहाँ सियासी इस माहौल में दाखिल होकर के ये जहन बनाना है मुल्क के लोगों का कि ला यजरमन्नकुम शनआन कौमिन अल्ला तादिलु यअदिलु हुवा अक़रबु लित्तक़वा। निज़ाम अदल का वैसा होना चाहिए कि अगर दहशतगर्द मुसलमानों को कहा जाए तो उसको जेल में डाल लो, और दूसरे अगर दहशतगर्दी करे तो उनका नाम भी न लो। अगर ये करोगे तो ये मुल्क बाकी नहीं रहेगा। अगर इस मुल्क को बाकी रखना है तो हर मुजरिम को सजा देना होगा और हर मजलूम को इंसाफ देना होगा। आज आप खड़े होकर इस काम को यहाँ अंजाम दे सकते हैं, आपके अलावा कोई नहीं है जो खड़े होकर इस काम को अंजाम दे सके। तीसरी बात यह है कि इस मुल्क को जब भी ज़रूरत पेश आई, जब भी किसी तकलीफ में मुब्तला हुआ ये मुल्क, तो उलमा ही खड़ा हुए। इस मुल्क को हम नहीं खड़े होकर के इस मुल्क को आज़ाद किया है। ये सब जानते हैं कि 1851 से लेकर के 1856 तक 51,000 उलमा ने शहादत दी है। 51,000 उलमा के खून पर यह हिंदुस्तान का चिराग जल रहा है। अगर 1830 में शाह वलीउल्लाह, 1831 में शाह वलीउल्लाह ने गुला आज़ादी हासिल करने के लिए, गुला अंग्रेज़ों से नजात हासिल करने के लिए हुज्जतुल्लाहुल बालिगा के ज़रिए से तहरीक न चलाई होती, और 1803 में शाह अब्दुल अजीज़ ने अगर अंग्रेज़ों से लड़ने का फतवा न दिया होता तो ये मुल्क आज़ाद नहीं होता। ഇവിടെ ഒരു കുറിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സമയം കഴിയാറായിരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ സമയം മാത്രമല്ല, നിങ്ങളുടെയും സമയം കഴിയാറായിരിക്കുന്നു. ഒരു മിനിറ്റ് വൈകിയാൽ ഈ സമുദായം വളരെ അപകടകരമായ അവസ്ഥയിൽ ചെന്നെത്തും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ വൈകാൻ പാടില്ല. ഈ നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്ഷയ്ക്കുള്ള ഒരു വിഭാഗമാണ് ഉലമാക്കൾ, പണ്ഡിതന്മാർ. പണ്ഡിതന്മാർ അവരുടെ ദൗത്യം പലപ്പോഴും നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിലും ഇപ്പോൾ നമ്മുടെ വർത്തമാനത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അടിമത്വത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സ്വന്തം ജീവിതം സ്വന്തം കരുത്തിൽ കരുപ്പിടിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുന്ന ഫത്വകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇവിടെ ഇന്ത്യ രാജ്യത്തിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഫലസ്തീനിലും അറബ് ലോകത്തും എല്ലായിടത്തും
ബുഷിൻ്റെ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള ഫത്വകളാണ് പണ്ഡിതന്മാരിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വളരെ അപമാനകരമായ വസ്തുതയായി നമ്മൾ കാണണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പുതിയ പണ്ഡിത തലമുറ ഇവിടെ ജന്മം കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അസ്റാറുൽ ഹഖ് മൗലാന അവറുകൾ ദീർഘമായി സംസാരിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും വന്ദ്യരായ ഗുരു ഇന്ത്യയിലെ മുഴുവൻ ഉലമായിൻ്റെയും ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ ദാറുൽ ഉലൂം ദെയ്വബന്ദിൽ നിന്ന് ബിരുദമെടുത്തവരാണെങ്കിലും ശരി, ലക്നോ ദാറുൽ ഉലൂമിൽ നിന്നും സനദ് നേടിയവരാണെങ്കിലും ശരി, ഇങ്ങേയറ്റം തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ മദ്രസ ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്നും ബിരുദമെടുത്ത് പുറത്തു വന്നവരാണെങ്കിലും ശരി, അവരുടെ എല്ലാവരുടെയും സിൽസില മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയിലേക്കാണ് എത്തിച്ചേരുന്നതെന്നുള്ള കാര്യം സാന്ദർഭികമായി നിങ്ങൾ ഉണർത്തും. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചിന്ത മഹാന്മാരായ ഇവിടുത്തെ ഉലമായി ഇട്ടുകൊടുത്ത മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവരുകളായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട പുത്രനും ഇന്ത്യയുടെ മുഴുവൻ ഉലമായിൻ്റെയും ഷെയ്ഖുമായ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവിയിലൂടെയാണ് മഹാനായ ഷെയ്ഖ് അവറുകൾ ഈ കാര്യം ഇന്ത്യയിലെ ഉലമാക്കളെ ധരിപ്പിച്ച് ചരിത്രം നീണ്ടുപോകുന്നു. സമയം പരിമിതമാണ്. പരിമിതമായ സമയത്തിനുള്ളിൽ അവസാനിപ്പിക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം പല സന്ദർഭങ്ങളിലും ഇവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നീട്ടുന്ന അപമര്യാദയാണല്ലോ ആയതുകൊണ്ട്. അങ്ങനെ മഹാനായ ഷെയ്ഖ് അവറുകൾ ധൈര്യപൂർവ്വം ആരെയും ഭയപ്പെടാതെ ലാ യഖ്ഷ ഇല്ലല്ലാഹ് ലം യഖ്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ലോകത്താരെയും ഭയപ്പെടാത്ത മഹാനായിരുന്നു ഷാഹ് വലിയുല്ലാഹി ദഹ്ലവി അവർ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പാതയെ പിന്തുടരണം. മഹാനായ ഷെയ്ഖ് അവറുകൾ ഇവിടുത്തെ ഉലമായിനെ സംഘടിപ്പിക്കുന്നതിലും ഇവിടുത്തെ ഉമ്മത്ത് മുഹമ്മദിയെ ഉത്ബുദ്ധരാക്കുന്നതിലും ദീനിയായ നിലയിൽ അവരെ പരിപോഷിപ്പിക്കുന്നതിലും വളർത്തുന്നതിലും എല്ലാം ജീവിതകാലം മുഴുവൻ സേവനം ചെയ്ത മഹാനായിരുന്നു. ആ മഹാനുഭാവൻ്റെ പാദം പിന്തുടർന്നുകൊണ്ട് നമ്മളെല്ലാവരും സേവന രംഗത്തിറങ്ങണം. ആരെയും ഭയപ്പെടരുത്. മഹാന്മാരുടെ രീതിയും മഹാന്മാരുടെ ആദർശവും മഹാന്മാരുടെ സ്വഭാവവും ഒക്കെ അങ്ങനെയായിരുന്നു. മഹാന്മാരായ അയിമ്മത്തുൽ അർബഅയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇമാമുൽ ആലം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമു ദാരുൽ ഹിദറ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു, ഇമാം ഷാഫി, ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവരൊന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവിടെ ആരെയും ഒരു ഭരണകൂടത്തെയും ഭയപ്പെട്ടിരുന്നു. മൻസൂറിനഹിതമായി ഫത്വ കൊടുത്തുവെന്നറിഞ്ഞപ്പോൾ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ അധികാരി വർഗത്തിൻ്റെ ചാട്ടുവാറിന് വിധേയനായി 70 അടി സന്തോഷം അദ്ദേഹം ഏറ്റുവാങ്ങി. സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മഹത്വം ഉയർത്തിക്കാട്ടിയതിൻ്റെ പേരിൽ മഹാനായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ആ കാലത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ തന്നെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മറ്റാരുടെയും വാക്കുകൾ ഉദ്ധരിക്കേണ്ട ആവശ്യം. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ഹദീസിൻ്റെ സാമ്രാട്ടായിരുന്ന മഹാനായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവറുകൾ സത്യം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ, അധികാരവർഗത്തിൻ്റെ മുമ്പിൽ ഓച്ഛാനിക്കാത്തതിൻ്റെ പേരിൽ അതിഭയങ്കരമായ ക്രൂരമായ 70 അടിക്ക് വിധനായി. അതെല്ലാം അദ്ദേഹം സന്തോഷം ദീനിനു വേണ്ടി സഹിച്ചു. മഹാനായി ഇമാമുൽ ആലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഭരണകർത്താവായ മൻസൂറിൻ്റെ ഹിതത്തിന് അദ്ദേഹം വഴങ്ങാതെ വന്നപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാനം സുപ്രീം കോടതിയിലെ ജഡ്ജിയാകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സന്തോഷം അദ്ദേഹം നിരസിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ അദ്ദേഹവും ചാട്ടവാറ് കൊണ്ട് അടി ഏൽക്കാൻ നിർബന്ധിതനായി. ഇമാമു സുന്ന ഭരണകൂടത്തിനായി ഖൽഖുൽ ഖുർആൻ എന്നുള്ള ആദർശത്തെ, ഭരണകൂടത്തിൻ്റെ ആദർശത്തെ അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരാഗ്രഹത്തിൽ കഴിഞ്ഞുകൂടി. ചരിത്രം നീണ്ടുപോകുന്നു. വാക്കുകൾ ചുരുക്കട്ടെ, മഹാനായ ഇമാമു സുന്ന ജയിൽ കിടന്നാണ് അന്ത്യശ്വാസം വലിച്ചതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഉലമാക്കൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നമുക്ക് ധൃതി കൂട്ടാൻ, അർജന്റാക്കാൻ സമയം ആയിരിക്കുന്നു.
കുറേ സമയമൊക്കെ അത് തീർന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് പവിത്രമായിരിക്കുന്ന ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ശത്രുക്കളിൽ നിന്ന് പവിത്രമായിരിക്കുന്ന ഇസ്ലാം ദീനിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇൽമു, ഹിക്മത്ത്, ഹുകൂമത്ത് ഈ മൂന്നും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഫോർത്ത് പില്ലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മുന്നോട്ട് വന്നിരിക്കൊണ്ടിരിക്കുന്നു. ഓരോ പണ്ഡിതന്മാർ ആത്മാർത്ഥമായിക്കൊണ്ട് എൻ്റെ പ്രിയമുള്ള മുസ്ലിമീകളെ ഇക്കാര്യം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ പവിത്രമായിരിക്കുന്ന ദീനുൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ പള്ളികൾ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഹിക്മത്തും ഈമാനും ഇൽമും ഹുകൂമത്തിലേക്ക് നിങ്ങൾ ഒന്നിച്ചിട്ട് വരണം, മുന്നോട്ട് വരണം. நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் மக்காவிலிருந்து மதீனாவிற்கு சென்ற உடனேயே அவர்கள் செய்த பணி என்ன? முதலில் பொலிட்டிக்கல் எம்பவர்மெண்ட், இந்த முஸ்லிம் சமூகத்தினுடைய ஒரு அரசியல் அமைப்பை ஏற்படுத்தக்கூடிய முயற்சியை தான் நபிகள் நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் முதலில் செய்தார்கள். அதோடு நின்று விடாமல் இந்த சமுதாயத்தை எல்லா துறையிலும் சக்திப்படுத்தக்கூடிய முயற்சிகளை ஒன்றன் பின் ஒன்றாக செய்து காட்டினார்கள் என்பதனை மதீனாவுடைய வரலாறு நமக்கு தெளிவுபடுத்தி காட்டுகிறது. தற்காப்பிற்கான ஏற்பாடுகள், பாதுகாப்பிற்கான ஏற்பாடுகள், கல்வியினுடைய முன்னேற்றத்திற்கான ஏற்பாடுகள், பொருளாதார முன்னேற்றத்திற்கான ஏற்பாடுகள், இப்படி இந்த சமுதாயத்தினுடைய எல்லா துறையிலும் இந்த சமுதாயத்தை சக்திப்படுத்தக்கூடிய அத்துணை முயற்சிகளையும் நபிகள் நாயகம் ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் செய்து காட்டினார்கள் என்பதனை ரசூலுல்லாஹினுடைய மதீனா வாழ்க்கையினுடைய செயல்பாடுகளில் இருந்து நாம் தெரிந்து கொள்ள முடியும். அருமையான சகோதரர்களே, இந்த உலகத்தில் அனுப்பப்பட்ட ஒவ்வொரு நபிமார்களும் அவர்கள் செய்த பணி இந்த சமுதாயத்தினுடைய எம்பவர்மெண்ட், இந்த சமுதாயத்தை எல்லா துறையிலும் சக்திப்படுத்துவது என்பதற்கான முயற்சிகளை தான் நபிமார்கள் செய்தார்கள். சகோதரர்களே, ரசூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களுக்கு பிறகு நபிமார்கள் வரமாட்டார்கள். வலாக்கின் ரசூலுல்லாஹி வ ஹாத்தமுன் நபியீன், அல்லாஹ்வுடைய தூதர் முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் இறுதி நபி, அவர்களுக்கு பிறகு நபிமார்கள் வரமாட்டார்கள். என்றால் இந்த உலகத்தில் இந்த சமுதாயத்தை எல்லா துறையிலும் சக்திப்படுத்துவதற்கு அல்லாஹ்வுடைய தூதர் முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்கள் இந்த உலமாக்களை, இந்த மார்க்கத்துடைய அறிஞர்களை தங்களுடைய வாரிசுகளாக நியமித்து விட்டு சென்றிருக்கிறார்கள். அல் உலமா வரஸத்துல் அன்பியா. சகோதரர்களே, இந்த அடிப்படையில் தான் ரசூலுல்லாஹ்விற்கு பிறகு சஹாபாக்களும் தாபியின்களும் தபஉ தாபியின்களும் இமாம்களும் சலஃபு சாலிஹீன்களும் சகோதரர்களே இந்த படியினை கையில் எடுத்துக்கொண்டு இந்த சமுதாயத்திற்காக, இந்த சமுதாயம் எல்லா துறையிலும் உரிமைகளை பெறுவதற்காக, அடிமை தரத்திலிருந்து இந்த சமுதாயத்தை மீட்டெடுப்பதற்காக, எல்லா துறையிலும் இந்த சமுதாயத்தை சக்திப்படுத்துவதற்கான முயற்சிகளை நமக்கு முன்னால் சென்றுவிட்ட உலமாக்களும் முஹத்திஸுகளும் இமாம்களும் செய்தார்கள் என்பதனை அவர்களுடைய வரலாறுகள் நமக்கு தெளிவுபடுத்தி காட்டுகிறது. சகோதரர்களே, அல்லாஹ்வுடைய தூதர் முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம் அவர்களுடைய வாழ்க்கையை வழிமுறையாக கொண்டு நம்முடைய முன்னோர்களான உலமாக்கள் இந்த சமுதாயத்தினுடைய முன்னேற்றத்திற்காக களம் கண்டார்கள், ஜிஹாதில் பங்கெடுத்தார்கள். அந்த அடிப்படையில் இன்றைக்கு இந்த முஸ்லிம் சமூகம் எல்லா துறையிலும், நாம் அறிந்த விஷயம், எல்லா துறையிலும் இந்த முஸ்லிம் சமூகம் மிக மிக பொருளாதாரமாக இருக்கட்டும், அரசியலாக இருக்கட்டும், கல்வியாக இருக்கட்டும், இந்த சமுதாயம் அடிமைப்படுத்தப்பட்டிருக்கிறது. இந்த சமுதாயம் துரோகத்திற்கும் சதிக்கும் மத்தியில் இன்றைக்கு வாழ்ந்து கொண்டிருக்கக்கூடிய செய்திகளை எல்லாம் சகோதரர்களே இன்றைக்கு நாம் பார்க்கிறோம். பாசிச பயங்கரவாதம் இந்த சமூகத்தை அழிப்பதற்கு பல்வேறு விதமான சதிகளையும் பல்வேறு விதமான துரோக செயல்பாடுகளையும் இன்றைக்கு நாடு முழுவதும் செய்து கொண்டிருக்கக்கூடிய காட்சிகள். லட்சக்கணக்கான முஸ்லிம் சகோதரர்கள் படுகொலை செய்யப்படுகிறார்கள். முஸ்லிம் சமூகம் இன்றைக்கு இந்தியாவில் குற்றவாளி கூண்டு நிறுத்தப்பட்டிருக்கிறது. இது மாதிரியான காலகட்டத்தில் கடமைப்பட்டிருக்கக்கூடிய உலமாக்களாகிய நாம் சகோதரர்களே களம் காண வேண்டிய ஒரு நிர்பந்தத்தில் நாம் இருக்கிறோம். எனவே பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா உங்களை அழைக்கிறது. இந்த சமுதாய பணியில் வாருங்கள், ஒருங்கிணைந்து களம் காணுவோம். ஜிஹாதிய பணிகளில், இந்த சமுதாயத்தை பாதுகாக்கக்கூடிய பணிகளில், இந்த சமுதாயத்தினுடைய எம்பவர்மெண்டினுடைய பணிகளில் நாம் சேர்ந்து களம் காணுவதற்கு பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியா உங்களை அழைக்கிறது. எல்லாமல் அல்லாஹு ஜல்லஷானஹு தஆலா பாப்புலர் ஃப்ரண்ட் ஆஃப் இந்தியாவில் இணைந்து இந்த பணிகளை மேற்கொள்வதற்கு அல்லாஹு தஆலா நமக்கு தௌஃபீக் செய்தல்வானாக. வாஹிர் தஅவானா அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அஸ்ஸலாமு அலைக்கும். करना क्या है, हमें अपने गिरेबान में मुंह डालकर देखना चाहिए. What are the shortcomings of we people as Khairul Ummah? What we are doing to lead the nation, to lead the humanity? Where we have failed, we must think upon that. We must focus all our thoughts towards that. कहाँ हम नाकाम हुए हैं,
कहां से हमारी नाकामी है, क्यों नाकाम हुए। मेरे दोस्तों बुजुर्गों, हमारे अंदर इत्तेहाद नहीं, हमारे अंदर हजार झगड़े, मसलक के झगड़े, इलाकाइयत के झगड़े, तबकों के झगड़े, बरादरी के झगड़े, ये एक दूसरे की टांग खींचना, किसी को आगे बढ़ने नहीं देना, इल्जामात लगाना। मेरे दोस्तों बुजुर्गों, ऐसी चीज़ों में हम पड़े हैं, जैसे हमारे बुजुर्ग मौलाना असरारुल हक साहब ने फरमाया, अखलाकी जवाल ये बहुत सोचने की चीज़ है। उसकी बुनियाद यह है कि हम आपस में झगड़ते हैं। आज मेरे यहाँ हाजिर होने का एक ही सबब है, वो ये है कि पॉपुलर फ्रंट ने मसले की इख्तिलाफ से हटकर, हर तरह के इख्तिलाफात को छोड़कर पूरे हिंदुस्तान के मुसलमानों को सियासत के लिए जमा होने की दावत दी। इससे बड़ी ताकत क्या चीज़ है? किसी नाम पर जमा हो जाओ। സത്യവിശ്വാസം സ്വീകരിക്കുകയും നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിൻ്റെ വാഗ്ദാനം ഇതാ, അവർക്ക് നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് ഭൂമിയിൽ ആധിപത്യം നൽകിയതുപോലെ നിങ്ങൾക്കും ആധിപത്യം നൽകും. നിങ്ങൾക്കായി അവൻ തൃപ്തിപ്പെട്ട ദീനിനെ ഇവിടെ നിലനിർത്താനുള്ള സൗകര്യം ചെയ്തു തരികയും ചെയ്യും. പ്രാരംഭത്തിലെ പ്രയാസങ്ങളും ബേജാറും അല്ലെങ്കിൽ ഭയത്തിനു ശേഷം നിങ്ങൾക്ക് അവൻ നിർഭയത്വം നൽകുകയും ചെയ്യും. അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും അവനോട് പങ്കു ചേർക്കരുത്. വളരെ വ്യക്തമായി ഇതുപോലെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. വഅദ്ദു ലഹും മസ്തതഅതും മിൻ ഖുവ്വത്തിൻ മിൻ റിബാതിൽ ഖൈലി തുർഹിബൂന ബിഹി അദുവല്ലാഹി വഅദുവക്കും വആഖിരീന മിൻ ദൂനിഹിം ലാ യഅലമൂനഹും അല്ലാഹു യഅലമുഹും. അല്ലാഹുവിൻ്റെ ശത്രുക്കളെ, നിങ്ങളുടെ ശത്രുക്കളെയും ശരിയായ നിലയിൽ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെ നിങ്ങൾക്കാവാവുന്ന എല്ലാ ശാക്തീകരണങ്ങളും നടത്തി തയ്യാറായി കാത്തു നിൽക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടൊരു കാര്യം, ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ഈ ബഹുദൈവ വിശ്വാസികൾ വെറുത്താലും ശരി, അല്ലാഹു അവൻ്റെ ദീനിനെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് അവൻ പ്രവാചകനെ ഈ ദീനുമായി വിട്ടിട്ടുള്ളത് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിനെ പൂർത്തീകരിക്കാൻ വേണ്ടി സത്യവിശ്വാസത്തോടെ വരുന്ന ആളുകൾക്ക് സഹായഹസ്തം നൽകുവാനും കരുണാമയനായ അല്ലാഹു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ന ഒന്നാമത്തെ ആത്മബലമാണ് ഇത്തരം ഒരു സംരംഭവുമായി നമ്മളെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് പോകാൻ ഖുർആൻ നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളതാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരുപാട് ചിന്താധാരകളുണ്ടായിട്ടുണ്ട്. മുസ്ലിം സമുദായം അമുസ്ലിം ഭൂരിപക്ഷമുള്ള ഈ പ്രദേശത്ത് അവർ നാഷണൽ മെയിൻ സ്ട്രീം, ദേശീയ മുഖ്യധാരയിൽ ലയിച്ചു ചേരണമെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സമുദായത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് നയിച്ച മൗലാന അബുൽ കലാം ആസാദിനെ പോലെ, ബദറുദ്ദീൻ തയ്യിബിയെ പോലെ, കിദ്വായി സാഹിബിനെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു. അതല്ല അതിനവർ പറഞ്ഞത് യൂസഫ് നബി അലൈഹി ഇസ്ലാമും അബ്ദുൽ അസീസുമായി ഭരണം നടത്തിയ ആ ഒരു നാഷണൽ മെയിൻ സ്ട്രീമിൻ്റെ ഉദാഹരണമായിരുന്നു. മറ്റൊരു വലിയ പ്രധാനപ്പെട്ട ചിന്താധാര ഇസ്മായിൽ സാഹിബിൻ്റെയും ഉപ്പി സാഹിബിൻ്റെയും പോക്കർ സാഹിബിൻ്റെയും സീതി സാഹിബിൻ്റെയും ഒക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരുന്നു. മുസ്ലിം സമുദായത്തെ പ്രത്യേകം സംഘടിപ്പിച്ചതിന് ശേഷം സംസ്കരിച്ചു കൊണ്ടുവന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ ശാക്തീകരണം നേടിയെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ ഉന്നമനത്തിനും അതുവഴി ലോകത്തിൻ്റെ മൊത്തം ഇന്ത്യയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുക. മറ്റൊരു ചിന്താധാര ഉണ്ടായിരുന്നത് മൗലാന മൗദൂദി നയിച്ച ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു. അതായത് വ്യക്തമായ ആളുകളെ സംസ്കരിച്ചിട്ട് സംഘടിപ്പിക്കുക എന്നുള്ളത്. 60 വർഷം പിന്നിട്ടതിന് ശേഷം നമ്മൾ നോക്കിയാൽ ഈ 3 ലക്ഷ്യത്തിലെത്തിയില്ല എന്ന് നമുക്ക് വ്യക്തമായും കാണാൻ കഴിയുന്നതാണ്. हज़रात मोहतरम, हम उलमाए किराम आज जमा हुए हैं, हमें मैदान में उतरने की जरूरत है, मगर एक बात को हजम करते हुए चलिएगा, हर आलिम के बस का काम नहीं है क़ियादत करना। हर आलिम के बस का काम नहीं है क़ियादत करना। क़ियादत करने के लिए आलिम भी हो और दानिश्वर भी हो। क़ियादत करने के लिए आलिम भी हो और दानिश्वर भी हो, वरना क्या होगा? लिया जाएगा काम तुझसे दुनिया की हजामत का। लिया जाएगा काम तुझसे दुनिया की इमामत का, छोड़कर क्या कहना पड़ेगा? लिया जाएगा काम तुझसे दुनिया की हजामत का। इमामत पर आता है, परेशान रहता है, माश के लिए परेशान रहता है। इस मैदान में, क़ियादत के मैदान में उतरना हो तो तवक्कुल को सीने से लगाना होगा। क़ियादत के मैदान में आना है, तदब्बुर को सीने से लगाना होगा।
क़ियादत के मैदान में आना है, तफक्कुर को सीने से लगाना होगा। क़ियादत के मैदान में आना है तो इखलास को अपने काम का मकसद ऐन और रूह बनाना होगा। मुखलिसीन का काम है क़ियादत करना, मुफलिसों का काम नहीं है। मुफलिसों का काम नहीं है। तो हजरात उलमाए किराम, यहां पॉपुलर फ्रंट ने जितने उलमा को जमा किया है, मुझे यकीन है, मुझे इस बात का यकीन है कि उन्होंने चुन चुन के जमा किया और पूरे मुल्क के मुख्तलिफ इलाकों से जमा करके बता दिया कि 62 साल पहले पूरे मुल्क के उलमा ने मिलकर, मुसलमानों ने मिलकर आज़ादी में हिस्सा लिया है। आज पूरे मुल्क के उलमा को बुलाकर इस बात का पैगाम दे रहे हैं कि अब आज़ादी को बचाने के लिए भी इन्हीं की क़ियादत में चलना होगा। पॉपुलर फ्रंट ऑफ इंडिया की रेलगाड़ी अब चल पड़ी है, अब इसे कोई नहीं रोक सकता। मैं हजरत मौलाना कदीर अहमद साहब दामद बरकातुहुम की गुफ्तगू को आगे बढ़ाने की सआदत और जसारत भी कर रहा हूं। और जिस ट्रेन से मैं आया हूं बेंगलोर से, शाह वलीउल्लाह मुहद्दिस देहलवी से मंसूब इस मोहल्ले में, इस सरजमीन पर, मैंने उसी रेलगाड़ी को आज की गुफ्तगू का मौजू बनाया। खुदा की कसम, जिस ट्रेन से हम आए वो ट्रेन लालू की नहीं, पॉपुलर फ्रंट की थी। क्योंकि लालू की ट्रेन में जेब कतरे होते हैं, टीटी रिश्वत लेता है, लोग भीख मांगते हैं। लेकिन मैं पॉपुलर फ्रंट की जिस ट्रेन में आया हूं बेंगलोर से सफर करके, उसमें किसी खातून की इस्मत पे हाथ नहीं डाला गया, किसी की जेब नहीं कतरी गई, किसी से रिश्वत नहीं ली गई और किसी ने रिश्वत देने की कोशिश नहीं की। टीटी टिकट चेक करने के लिए नहीं आया। पॉपुलर फ्रंट के जवान बड़े अदब व एहतराम के साथ टिकट का मुआयना करके गए और नामों का इस्तिफसार किया। लिहाजा ऐ जवानों, पॉपुलर फ्रंट के लोगों, मैं तुम्हें आज इस स्टेज से पेशन गोई के तौर पर एक जो है परवाना अता करता हूं कि अगर तुम इसी तरह इस्लाम और कवानीन इस्लाम पर कारबंद रहकर अपने काम करते रहे, खुदा की कसम एक दिन वो आएगा कि ये लोग, ये हुकूमत तुम्हारे हवाले कर देंगे कि लो तुम ही चलाओ, हमारे पास इसका सलीका नहीं है। और इस मुल्क को आज़ाद करा के दम लिया। लेकिन आज़ादी के बाद उन्हीं हाथों ने कि जिन्हें हमने आज़ाद कराने के बाद नई ताकत, नई रोशनी के साथ दी थी, उन्होंने जब अपनी ताकत का इस्तेमाल किया तो वो सिर्फ हमारी बर्बादी जानिब माइग्रेट किया। हम 3.5 करोड़ बचे। 3.5 करोड़ मुसलमान उस वक्त जब मुल्क में अफरा तफरी का आलम था और आज़ादी मिली ही मिली थी, हम 35% मुलाजिमतों सर्विसों में अपनी नुमाइंदगी रखा करते थे। इख्तिसादी मामलात में बर्बादी हर एतबार से सिवाय पसमानदगी के हमें कुछ हाथ नहीं लगा। और क्यों हुआ ऐसा? इसलिए ऐसा हुआ कि हमने इख्तिदार से एक फासला बना के रखा। हमने पावर और गैर पावर के दरमियान एक लाइन खींच दी। हमने सियासत को शजरे ममनुआ समझा। हमने पार्लियामेंट और असम्बलियों की तरफ निगाह उठा के देखने को शायद दुरुस्त नहीं समझा। और नतीजा ये हुआ कि हुक्मरानी, इख्तिदार और पावर उन बेईमानों के हाथ में चला गया जिनका पसीना भी इस मुल्क को बनाने में सर्फ नहीं हुआ था। पॉपुलर फ्रंट की ये इस समत में ये कोशिशें कालीकट और केराला की सरजमीन से जाहिर है कि हमें उस मुस्तकबिल की निशानदेही कर रही है कि जिस जानिब हमें बहुत पहले चलना चाहिए था और जिस समत हमें निगाह उठा के बहुत पहले से देखना चाहिए था। उलमाए इकराम, बसद एहतराम आपसे मैं गुजारिश करता हूँ कि मिल्लत को इस वक्त ज़रूरत है इसकी कि मिल्लत के ये उलमाए इकराम, ये क़यादत, ये मजहबी पेशवा और रहनुमा
अपने अंदर इत्तेहाद पैदा करके और मिल्लत के सामने इत्तेहाद का आईना रखें, ताकि ये मिल्लत मुत्तहिद होकर, मुत्तफिक होकर इस मिल्लत मुस्लिमा की भंवर में फंसी हुई कश्ती को किनारे तक ले जाने में कोई अहम रोल अदा कर सके। इलेक्शनी दौर है, इसमें जो क़ुव्वत का तरीक़ा है वो वोटों के ज़रिए से हो रहा है। पॉपुलर फ्रंट ने उलमा इकराम को इस स्टेज पर जो जमा किया, उसमें ये दावत फ़िक्र दी गई है कि हमें सियासी बेदारी पैदा करना है। इस सियासी बेदारी के लिए यहाँ केरला से 2 मुस्लिम मेंबर पार्लियामेंट हुआ करते थे, जिन्होंने बड़ा नाम कमाया पूरे मुल्क में, उनका नाम चलता था। एक बनात वाला साहब, दूसरे सुलेमान सेठ, वो दोनों इंतकाल फरमा गए। इस मैदान में सियासी तौर पर केरला को आगे आना चाहिए था, तो इस पॉपुलर फ्रंट के ज़रिए से उन्होंने कदम आगे बढ़ाया है। और दूसरे मुल्कों के एक हिस्से में एक ऐसी मिसाल सामने आई है कि अगर मुसलमान बेदारी इख्तियार करें तो सियासी हुकूक़ की लड़ाई में वो आगे आ सकते हैं। तो जिस तरह से ये रहनुमाई के लिए आपने इस मजलिस को मुनक्किद किया है, इस पैगाम को पूरे मुल्क में बढ़ाने की ज़रूरत है। वैसे आपकी कोशिश हो रही है और हम ये दुआ करते हैं, उम्मीद भी करते हैं कि आपका ये पैगाम पूरे मुल्क में पहुँचेगा। तो उस मिसाल से भी रोशनी हासिल करने की कोशिश करें जो आसाम में मुसलमानों ने, एक फ्रंट ने तजुर्बा किया है। उस तजुर्बे को आप अपने इन सूबों में दोहराएंगे। मोहतरम सदर जलसा, मुल्क के कोने कोने से आए हुए मेरे उलमा इकराम, मेरे ज़िम्मे क़रारदाद पेश करना है। क़रारदाद की सुर्खी है, फतवा मुस्लिम समाज की ईजाबी पेश कदमी के लिए हों। फतवा मुस्लिम समाज की ईजाबी पेश कदमी के लिए हों। आज हमारा ये कॉन्फ्रेंस आप हजरात को एक बात ज़हीन नशीन कराती है कि मजहबी उलमा की तरफ से दिए जाने वाले फतवा इस्लामी समाज की मुकम्मल तरक्की और तक़वियत के लिए होना चाहिए। மகாத்மா காந்தியின் கொலைக்கு பின்பு இந்தியா சந்தித்த இரண்டாவது தீவிரவாத தாக்குதலான பாபர் மஸ்ஜித் இடிப்பு நடந்து முடிந்து 16 வருடங்களாகிவிட்டன. மஸ்ஜிதை மீண்டும் கட்டியெழுப்ப வேண்டும் என்று பொய் வாக்குறுதிகள் கொடுத்து முஸ்லிம்களை பல வருடங்களாக வஞ்சகம் செய்து அதிகாரத்தில் தொடரும் போலி மதசார்பற்ற அரசியல் கட்சிகள் இன்றும் மௌனமாகவே இருக்கிறார். വഖഫ് ദുരുപയോഗം തടയുക. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ ആയിരക്കണക്കിന് വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെടുകയോ ദുരുപയോഗം ചെയ്യപ്പെടുകയോ ചെയ്യുന്നതിൽ ഈ സമ്മേളനം അതിയായ ആശങ്ക രേഖപ്പെടുത്തുന്നു. ഇവിടെ നമ്മളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശക്തിപ്പെടുത്തുക, സമുദായത്തെ ശക്തിപ്പെടുത്തുക എന്ന പ്രശ്നമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെന്ത് വേണം? ഐക്യം വേണം. ഈ ഐക്യത്തിന് ആര് നേതൃത്വം നൽകണം? ഈ ഇമ്മാവരും പണ്ഡിതന്മാരുമാണ് കൊടുക്കേണ്ടത്. പക്ഷേ അനൈക്യത്തിനുള്ള, ധ്രുവീകരണത്തിനുള്ള നേതൃത്വമാണ് ഇന്ന് എല്ലായിടത്തും മുസ്ലിം പണ്ഡിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയതുകൊണ്ട് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, ഫദക്കിർ ഫഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ എന്ന് ഖുർആൻ പറയുന്നത് കൊണ്ട് അൽ ഉലമാഉ വറസത്തുൽ അംബിയ എന്നും ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി ഉലമാഉ എന്നും ഖുർആനിലുള്ളത് നിങ്ങൾ ഒന്നും കൂടി വായിക്കുക. മുസ്ലിം സമുദായത്തിൻ്റെ നായകന്മാർ എന്ന അർത്ഥത്തിൽ സമുദായത്തിന് നേടിക്കൊടുക്കേണ്ട 2 പ്രധാനപ്പെട്ട സംഗതികൾ: ഒന്ന്, നിർഭയത്വമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. രണ്ടാമത്തെ സംഗതി, പട്ടിണിയില്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതാണ്. പരിശുദ്ധമായ ഖുർആൻ ഒരു സമൂഹത്തിൻ്റെ ഭദ്രതയ്ക്കും നിലനിൽപ്പിനും നിദാനമായി പരിചയപ്പെടുത്തിയ കാര്യങ്ങൾ 2 കാര്യം ഇതാണ്. അള്ളാഹുവിൻ്റെ സവിശേഷതകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും പരാമർശിച്ചെടുത്ത്
അള്ളാഹു ചെയ്യുന്ന സംഗതി ഒന്ന് നിർഭയത്വം അമ്ന് നൽകി എന്ന സംഗതിയാണ്. ഇന്ന് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഭയാശങ്കകളിൽ കഴിഞ്ഞുകൂടുന്ന ഒരു പൊതുരീതിയാണ് നാം കണ്ടുവരുന്നത്. ആ ഭയപ്പെടുന്ന സമുദായത്തോടൊപ്പം നിന്ന് വീണ്ടും സമുദായത്തെ ഭയപ്പാടിലേക്ക് തന്നെ നയിക്കുന്ന ഒരു തിരിച്ചറിവില്ലാത്ത സ്വഭാവം പണ്ഡിത സമൂഹത്തിലുണ്ടോ എന്ന് ആശങ്കപ്പെടേണ്ട ഒരവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭയപ്പെട്ട ഒരു സമൂഹത്തിന് നിർഭയത്വം നേടിക്കൊടുത്തതുപോലെ, അധികാരമില്ലാതിരുന്നൊരു സമൂഹത്തിന് അധികാരം നേടിക്കൊടുത്തതുപോലെ, അസ്പൃശ്യരും പൊതുസമൂഹത്തിൽ അനാവശ്യമെന്നെല്ലാം ധരിക്കപ്പെട്ടിരുന്ന അറബികൾക്ക് അഥവാ ഒരു കീഴാള ജനവിഭാഗത്തിന് രാജ്യത്തിൻ്റെ മേലാളന്മാരും പൊതുസമൂഹത്തിൽ പരിഗണിക്കപ്പെടുന്നവരുമാക്കി തീർത്തതുപോലെ, ആ പ്രവാചക ദൗത്യ നിർവഹണം വിശ്വാസപരമായി ഏറ്റെടുത്ത വിശ്വാസികൾ എന്ന നിലയിലും പണ്ഡിതന്മാരെന്ന നിലയിലും ആ ദൗത്യ നിർവഹണത്തിൽ ഇച്ഛാശക്തിയും നിർഭയത്വവും നാം കൈവരിക്കേണ്ടതുണ്ട്. कर्नाटक इमाम्स काउंसिल की जानिब से 3 सैल्यूट देना चाहता हूँ. उम्मीद कि आप मेरा साथ देंगे. पहला मेरा सैल्यूट होगा पाप की दुनिया में, जुल्म की दुनिया में बहुत नाम कमाने वाला एक गोरा जानवर, बुश पर जूता फेंकने वाला मुंतज़िर ज़ैदी को आज सैल्यूट करते हैं. साथ ही साथ हिंदुस्तान की धरती पर जो जालिम हुक्मरान हैं, इन जालिम हुक्मरानों को आज के इस स्टेज से आवाज़ दे के कहते हैं जुल्म छोड़ दो वरना हमारे जूते तुम्हारे इंतज़ार में लगे हुए हैं. दूसरा सैल्यूट होगा हिंदुस्तान की पुलिस फोर्स के कुछ नौजवानों ने जो हेमंत करकरे के साथी थे, इन्होंने अपनी जानें देकर हिंदुस्तान की धरती की तरक्की को बचाया है. आज के इस स्टेज से हम उनको सैल्यूट करते हैं. साथ ही साथ हिंदुस्तान की धरती पर बसने वाली पुलिस को आज के इस स्टेज से आवाज़ दे के कहते हैं तुम भी नमक हलाली का सबूत देते हुए हिंदुस्तान की धरती की हिफाजत के लिए जाने देते रहोगे, हम बार बार तुमको सैल्यूट करते रहेंगे. हिंदुस्तान की धरती पर मुसलमान, सिख, ईसाई और दलित इन तमाम तबकात को जुल्म की चक्की में आज तक पीसा जाता रहा. कोई एक रोशन किरण हमको दिखाई नहीं दी. आज हमें पॉपुलर फ्रंट ऑफ इंडिया एक नया सूरज तुलू होता हुआ नजर आता है. इसे भी हम आज सैल्यूट करते हैं. साथ ही साथ हिंदुस्तान की आज़ादी के मुतालिक बहुत सारी जंगें हुई हैं. जो आखिरी जंग लड़ी गई वो आखिरी जंग मले बार के अंदर लड़ी गई थी. इतनी जंगें तो हो गई, लेकिन एक आखिरी जंग हमें फिस्तायत के खिलाफ लड़ना होगा. जो आखिरी जंग यहाँ हुई थी, उसके बाद इंशाअल्लाह आज की तारीख से एक नई जंग का आगाज करते हैं फिस्तायत के खिलाफ और इस्लाम दुश्मन ताकतों के खिलाफ. हम मुत्तहिद होकर इंशाअल्लाह इसी मरे बार से काम करने के लिए निकलेंगे. അദ്ദീൻ വ തഖ്വിയ എന്ന വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ഉലമാ കോൺഫറൻസ് താൽക്കാലികമായി സമാപനം കുറിക്കുകയാണ്.